ഏറെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത. മലപ്പുറത്ത് നിപ്പ ബാധിച്ച കുഞ്ഞ് മരിച്ചു. മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശിയായ 14 വയസ്സുകാരനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. 10:50 ഒരു ഹൃദയാഘാതം വന്ന് ആണ് മരണം. 11:30 മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കുഞ്ഞിനെ മാറ്റിയത്. പക്ഷേ അപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു ആ കുഞ്ഞ് ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ട് ഒരു 6 മണിയോടുകൂടി ആദ്യം സംസ്ഥാനത്ത് പരിശോധനാ ഫലം പോസിറ്റീവായി. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പൂനെ വൈറോളജി ലാബിലെ ഫലവും വന്നു. അതും പോസിറ്റീവാണ്. കേരളത്തിലെ നിപ്പ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് 5ാം തവണയാണ്. അരുൺ, ആരോഗ്യമന്ത്രി വിശദമാക്കി. അതായത് ഇപ്പോൾ എത്ര പേരാണ് നിരീക്ഷണത്തിലുള്ളത്? ഇതിൽ ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടോ? ആര്യ, 246 പേർ ആകെ നിരീക്ഷണത്തിലുണ്ട്. ഇത് ഈ 14-കാരന് പനി ബാധിച്ച് അന്നു മുതൽ ഇന്നലെ വരെയുള്ള കണക്കാണ്. അതിൽ 63 പേരാണ് ഹൈറിസ്ക് പട്ടികയിലുള്ളത്. അതിൽ 2 പേർക്കാണ് രോഗലക്ഷണങ്ങളുള്ളത്. ഏറ്റവും അവസാനമായി നമ്മൾ ആരോഗ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ 4 പേരുടെ സാമ്പിളുകളാണ് ഇപ്പോൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 പേരുടെ സാമ്പിളുകൾ, അതായത് ഈ രോഗലക്ഷണങ്ങളുള്ള ഈ കുട്ടിയുമായി ബസ്സിൽ സമ്പർക്കത്തിൽ വന്നിട്ടുള്ള 2 പേർ, ഈ 2 പേരുടെയും ഫലമാണ് ഇന്ന് ഉച്ചയോടുകൂടി നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞത്. ഇവർക്ക് നിപ്പ സംശയിക്കുന്നില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. വൈറൽ ഫീവർ തുടക്കത്തിലേ ഉണ്ടായിരുന്നു, അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിപ്പ സംശയിക്കുന്നില്ല, പക്ഷേ അതിനൊരു സ്ഥിരീകരണം വേണം. അതിനാണ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നതും എന്നുമാണ് എന്തായാലും മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ 63 പേരാണ് ഇപ്പോൾ ഹൈറിസ്ക് പട്ടികയിലുള്ളത്. 63 പേരുടെയും സാമ്പിളുകൾ പരിശോധിക്കും. നിലവിൽ 4 സാമ്പിളുകളാണ് അയച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോഴത്തെ നിലവിലെ ഇനിയുള്ള സാഹചര്യവുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി എന്തായാലും ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. അപ്പം ഈ കുട്ടിയുടെ കാര്യം മന്ത്രി വിശദീകരിച്ചത് എങ്ങനെയാണ്? 10:50 ഹൃദയാഘാതം സംഭവിച്ചു, 11:20 മരണം സംഭവിച്ചു എന്നുള്ളതാണ്. തുടക്കം മുതൽ തന്നെ ഈ മസ്തിഷ്ക ജ്വരവും ബാധിച്ച് ചെള്ളുപനിയൊക്കെ സ്ഥിരീകരിച്ച് തന്നെ അബോധാവസ്ഥയിലായിരുന്ന കുട്ടി ഒരു ഘട്ടത്തിൽ പോലും അതായത് ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ വിവരങ്ങൾ. ഇങ്ങനെയാണ് 246 പേർ സമ്പർക്ക പട്ടികയിൽ. ഇതിൽ 63 പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ, 2 പേർക്ക് രോഗലക്ഷണങ്ങൾ. ഇതിൽ 4 പേരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്.